ഹായ് എവ്രിവൺ, ഞാൻ അർജുൻ ശ്രീകുമാർ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന യൂണിറ്റ് 3-ലെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഏതൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്കും ഈ ഒരു ടോപ്പിക്ക് വളരെ ഫെമിലിയർ ആണ്. എന്നിരുന്നാലും നമ്മുടെ UGC നെറ്റ് എക്സാമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. OOP ക്യാരക്ടറിസ്റ്റിക്സ് ആയ അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, പോളിമോർഫിസം ആൻഡ് ഇൻഹെറിറ്റൻസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു. ഓൾറെഡി പറഞ്ഞതുപോലെ ഇവയൊക്കെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൽ ആദ്യത്തെ 4 മാത്രമാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അബ്സ്ട്രാക്ഷൻ. ബൈ ഡെഫിനിഷൻ it says that presenting essential information by hiding all background details is called as abstraction. എന്ന് വെച്ചാൽ ഒരു യൂസറിന് അറിയേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ആ യൂസറിനെ അറിയിക്കുക, ബാക്കി കോംപ്ലക്സ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഹിഡൻ ആയിട്ട് കീപ്പ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ റിയൽ ലൈഫ് എക്സാമ്പിൾസിൽ നിന്ന് ഇൻസ്പയർ ആയി തന്നെ ഡിഫൈൻ ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിൽ ഇതിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിളും എങ്ങനെയാണ് പ്രോഗ്രാമിങ്ങിൽ അബ്സ്ട്രാക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് നോക്കാം. ആസ് എ കസ്റ്റമർ ഞാനൊരു ATMൽ പോയി ക്യാഷ് വിഡ്രോ ചെയ്യാൻ. അവിടെ ഞാൻ ചെയ്യുന്ന സ്റ്റെപ്സ് എന്തൊക്കെയായിരിക്കും? കാർഡ് ഇൻസേർട്ട് ചെയ്യും, പിൻ നമ്പർ അടിക്കും, വിഡ്രോവൽ ഓപ്ഷൻ സെലക്ട് ചെയ്യും, അക്കൗണ്ട് സെലക്ട് ചെയ്യും, എമൗണ്ട് അടിക്കും, ദെൻ കളക്ട് ക്യാഷ്. പക്ഷേ ആ ATMൽ ഇത്രയും പ്രോസസ്സ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ഒരുപാട് അതർ പ്രോസസ്സസ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ അവെയർ അല്ല, ഞാൻ അറിയേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ നമ്പേഴ്സ് പിൻ നമ്പർ ഇൻപുട്ട് ചെയ്യുമ്പോഴും ക്യാഷ് എമൗണ്ട് അടിക്കുമ്പോഴും എല്ലാം ATMനകത്ത് നിന്ന് ബാങ്ക് സെർവറിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, അവിടെ നിന്ന് തിരിച്ച് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, നോട്ട് കൗണ്ടിങ് നടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ അതിൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഞാനിതൊന്നും അറിയേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇത് തന്നെയാണ് അബ്സ്ട്രാക്ഷൻ്റെ ഒരു ആപ്റ്റ് എക്സാമ്പിൾ. മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 വീലർ സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് 2 വീലർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് കീ ഹോളിൽ കീ ഇടുക, ഓൺ പൊസിഷനിലേക്ക് മാറ്റുക, ഒരു സെൽഫ് സ്റ്റാർട്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ബട്ടൺ പ്രസ് ചെയ്യുക. ഇത് മാത്രമേ എനിക്ക് ചെയ്യേണ്ട ജോലിയുള്ളൂ. ബട്ട് യഥാർത്ഥത്തിൽ ഇത്രയും പ്രോസസ്സ് ഞാൻ ചെയ്യുമ്പോൾ എൻജിനകത്ത് അല്ലെങ്കിൽ ആ വെഹിക്കിൾ ഫുള്ളായിട്ട് വേറെ മറ്റ് പല പ്രോസസ്സുകളും നടക്കുന്നുണ്ട്. ഇത് ഒരാൾക്ക് ബൈക്ക് ഓടിക്കാനായിട്ട് അയാളൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആവേണ്ട ആവശ്യമോ എൻജിൻ്റെ വർക്കിംഗ് അറിയേണ്ട ആവശ്യമോ ഒന്നും തന്നെ ഇല്ല. ദിസ് ഈസ് കോൾഡ് അബ്സ്ട്രാക്ഷൻ. സോ ഈ ഒരു റിയൽ ലൈഫ് സിനാരിയോ എങ്ങനെയാണ് പ്രോഗ്രാമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് നോക്കാം. പ്രോഗ്രാമിങ്ങിൽ അബ്സ്ട്രാക്ഷൻ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ് ഇറ്റ്സെൽഫ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അബ്സ്ട്രാക്ഷൻ. കാരണം ഒരു യൂസറിന് ഒരു പ്രോഗ്രാം റൺ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൻ്റെ ബേസിസിലൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അയാൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ആ ക്ലാസ്സിൻ്റെ എൻ്റയർ ഡെഫിനിഷൻ അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ മെമ്പർ ഫങ്ഷൻസിൻ്റെ പേരും അവർ എന്താണ് ചെയ്യുന്നത്, അവരുടെ പ്രോട്ടോടൈപ്പ്, ആ മെമ്പർ ഫങ്ഷൻസിൻ്റെ പ്രോട്ടോടൈപ്പ് മാത്രമേ അറിയേണ്ട ഒരു ആവശ്യമുള്ളൂ. അല്ലാതെ എൻ്റയർ ക്ലാസ്സിൻ്റെ കോഡും അറിയേണ്ട ഒരു ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യാറുള്ളപ്പോൾ ഒരുപാട് ലൈബ്രറി ഫങ്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ മാത്ത് ക്ലാസ്സിൻ്റെ SQRT ഫങ്ഷൻസ് നമ്മളെല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ SQRT ഫങ്ഷൻ്റെ ഡെഫിനിഷൻ മാത്ത് എന്ന് പറഞ്ഞൊരു ക്ലാസ്സിൽ, ഒരു ലൈബ്രറി ക്ലാസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു കോഡാണ്. പക്ഷേ ആ കോഡ് നമ്മൾ ഒരിടത്ത് പോലും കാണുന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് അറിയേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് മാത്ത് എന്ന് പറഞ്ഞ ക്ലാസ്സിനെ, ലൈബ്രറി ക്ലാസ്സിനെ ഇമ്പോർട്ട് ചെയ്യുക പ്രോഗ്രാമിൽ, ദെൻ ആ SQRT എന്നുള്ള പേരുള്ള ഫങ്ഷൻ, ആ ഫങ്ഷനെ മാത്രം വിളിക്കേണ്ട ആവശ്യം അത്രേ ഉള്ളൂ. സോ ദിസ് ഈസ് abstraction. Next feature is encapsulation. Encapsulation is the act of bringing data and associated functions together into a single secure block. ആ സിംഗിൾ സെക്യൂർ ബ്ലോക്കിനെ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ക്ലാസ് എന്ന് വിളിക്കും. എങ്കിൽ എന്താണ് ഈ ഡെഫിനിഷൻ പറയുന്നത്, എന്താണ് ഇതിൻ്റെ മീനിങ്, നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് കുറച്ച് വർഷങ്ങൾ ബാക്കിലേക്ക് പോകാം, സ്മാർട്ട് ഫോൺ യുഗത്തിനും വളരെ ബാക്കിലേക്ക്. അപ്പോൾ അങ്ങനെ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ജോലിക്ക് പോകാൻ തോന്നുന്നില്ല, ഭയങ്കര മടി. സോ ഞാൻ ഡിസൈഡ് ചെയ്തു ഇന്ന് രാവിലെ തന്നെ ബോസിനെ
ഫോൺ ചെയ്ത് വിളിച്ച് പറയാം ഇന്ന് വരുന്നില്ല, ലീവ് വേണം. അപ്പോൾ ഫോൺ ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പുള്ളിയുടെ ഫോൺ നമ്പർ കാണാതെ അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ടെലിഫോണിൻ്റെ അടുത്ത് ഒരു ടേബിളിലൊരു ഫോൺ ബുക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്, ഒരു ഡയറി. അത് തുറന്ന് നമ്പർ കണ്ടുപിടിച്ചു, ടെലിഫോൺ എടുത്തു, ഡയൽ ചെയ്തു, വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ വരുന്നില്ലെങ്കിൽ വേണ്ട, ബട്ട് നാളെ വരുമ്പോൾ ഒരു ഫോർമലായിട്ടുള്ള ഒരു ലീവ് ലെറ്റർ എഴുതിക്കൊണ്ട് വരണം, ഒരു കത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. അപ്പോൾ എന്തായാലും ഇന്ന് ജോലിക്ക് പോകുന്നില്ല. സോ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ തോന്നി, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ നിന്നൊരു ടൂർ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസ് ഞാനൊരു CD-യിൽ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്നിരുന്ന് കണ്ട് കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ അടിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ CD തപ്പിയെടുത്തു. എന്നിട്ട് അത് കാണാനായിട്ട് VCD പ്ലെയർ വീട്ടിലുണ്ടായിരുന്നു. ആ VCD പ്ലെയറിലേക്ക് ഈ CD ഇട്ട് ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പഴയ പല ഓർമ്മകളും വന്നു. അപ്പോൾ അന്നെടുത്ത കുറച്ച് ഫോട്ടോസ് ഒന്നുകൂടെ ഒന്ന് കാണണം തോന്നി. അങ്ങനെ ഞാൻ ബുക്ക് ഷെൽഫിൽ പോയിട്ട് പഴയ ഫോട്ടോ ആൽബം എടുത്തു. എന്നിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ നോക്കുകയാണ്. അതിനുശേഷം ലീവ് ലെറ്റർ എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ സ്റ്റഡി റൂമിൽ പോയി പേപ്പർ എടുത്തു, ലീവ് എഴുതി ഒരു എൻവലപ്പിലൊക്കെ ഇട്ട് സീൽ ചെയ്തു. ഇത് ഇത്രയും നടന്നത് വളരെ വർഷങ്ങൾക്ക് മുൻപാണ്, സ്മാർട്ട് ഫോണിന് മുമ്പ്. സപ്പോസ് ഇതേ ഒരു ഡേ ഇന്നത്തെ ദിവസമാണ് നടന്നിരുന്നതെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നമ്മുടെ കയ്യിലെല്ലാം സ്മാർട്ട് ഫോൺസ് ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടൊരു ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി ആദ്യമായിട്ടതിനെ ബൂട്ടപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് വെച്ച് ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. അതിൻ്റെ റീസൺ എന്താ? അങ്ങനെ ഞാൻ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ഞാൻ അതേ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ഗൂഗിളിൻ്റെ ഏതൊക്കെ സർവീസസ് യൂസ് ചെയ്തിട്ടുണ്ടോ അവിടുത്തെ എല്ലാം ഡേറ്റ ഈ ഫോണിലേക്ക് സിങ്ക് ആവും. സോ അങ്ങനെ നടക്കുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡേറ്റയും, എനിക്ക് ആവശ്യമുള്ള എല്ലാ ഡേറ്റയും അല്ലെങ്കിൽ തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ എല്ലാം ഒരേ ഡിവൈസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ മുൻപ് പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിലോ ഞാനുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റ ആയിരുന്നു ഫോൺ ബുക്ക്, എൻ്റെ വീഡിയോ സെറ്റ്, എൻ്റെ ഫോട്ടോ ആൽബം, പിന്നെ ലെറ്റർ എഴുതാൻ യൂസ് ചെയ്ത പേപ്പർ. ഇതെല്ലാം ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ ആയിരുന്നു. ഇതെല്ലാം പക്ഷേ പല പല സ്ഥലങ്ങളിലായിട്ട് സ്പ്ലിറ്റായിട്ടാണ് ഇരുന്നത്. മാത്രമല്ല ഈ സ്പ്ലിറ്റായിട്ടിരുന്ന ഡേറ്റയെല്ലാം പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ഡിവൈസുകളും പല പല സ്ഥലങ്ങളിലായിട്ട് സ്പ്ലിറ്റായിട്ടാണ് ഇരുന്നത്. എന്നാൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോഴോ ഈ പറഞ്ഞ ഡേറ്റ എല്ലാം എൻ്റെ ഒരേ സിംഗിൾ ഡിവൈസിൽ തന്നെ അവൈലബിൾ ആണ്. എനിക്ക് ഗൂഗിളിൻ്റെ ക്ലൗഡ് സർവീസ് ഉണ്ട്, അല്ലെങ്കിൽ ഡ്രൈവ് ഉണ്ട്. ആ ഡ്രൈവിനകത്ത് എൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡേറ്റയും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഫോണിൽ ആക്സസ് ചെയ്യാം. മാത്രമല്ല ഈ ഓരോ ഡേറ്റയും, അതായത് ഫോർ എക്സാമ്പിൾ എൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റ്, പിന്നെ എൻ്റെ ഫോട്ടോസ്, എൻ്റെ വീഡിയോസ്, എൻ്റെ മെയിൽസ്, ഇതെല്ലാം പ്രോസസ്സ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് തേടി ഞാൻ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇതെല്ലാം പ്രോസസ്സ് ചെയ്യാനുള്ള എല്ലാ ആപ്ലിക്കേഷൻസും അഥവാ ഫങ്ഷൻസും ആ ഡിവൈസിൽ തന്നെ അവൈലബിൾ ആണ്. സോ അതുകൊണ്ടുള്ള ഗുണം എന്താ? കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് സമയമെടുത്ത് ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിലേക്ക് വന്നപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റി. അതായത് ഞാൻ എന്ന ക്ലാസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡേറ്റയെയും അതിനോടൊപ്പം ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസ് അഥവാ ആപ്ലിക്കേഷൻസിനെയും ഒന്നിച്ച് ഒരു കുടക്കീഴിൽ അല്ലെങ്കിൽ ഒരു ഡിവൈസിനകത്ത് കൊണ്ടുവന്നപ്പോൾ ലൈഫ് ബിക്കെയിം മച്ച് സിംപ്ലർ ആൻഡ് ഈസിയർ. ആൻഡ് ഈ പ്രോപ്പർട്ടിയാണ് എൻക്യാപ്സുലേഷൻ എന്ന് വിളിക്കുന്നത്. പ്രോഗ്രാമിങ്ങിൽ ക്ലാസ്സിനകത്ത് നമ്മൾ ചെയ്യുന്ന എന്താ? ഈ സെയിം കാര്യം തന്നെയാണ്. ആ പ്രോഗ്രാമിന് ആവശ്യമുള്ള ഡേറ്റ എല്ലാം കൊണ്ടുവന്ന് ക്ലാസ്സിനകത്ത് വെച്ചു. അതേ ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകുന്ന ഫങ്ഷൻസിനെയും അതേ ക്ലാസ് ഡെഫിനിഷനകത്ത് തന്നെ കൊണ്ടുവയ്ക്കുന്നു. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എൻക്യാപ്സുലേഷൻ. ഒരു ക്യാപ്സ്യൂളാക്കി മാറ്റുന്നു. എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളെ ചേർത്തൊരു ക്യാപ്സ്യൂൾ പോലെ ആക്കുന്നു. വെറുതെ ഇവരെ ഒരു ക്യാപ്സ്യൂളാക്കി മാറ്റുക മാത്രമല്ല ചെയ്യുന്നത്, അതിനോടൊപ്പം അഡീഷണൽ ആയിട്ട് കുറേ ആക്സസിങ് റൂൾസും നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് എൻഷുവേഴ്സ് data security also. Encapsulation ensures data security also. So I hope it is clear.
നെക്സ്റ്റ് ഈസ് ഇൻഹെറിറ്റൻസ്. പേര് പോലെ തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ചില മെറ്റീരിയൽസ് പാസ് ഓൺ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് കൊണ്ട് പ്രോഗ്രാമിങ്ങിൽ വരുന്ന ഏറ്റവും വലിയ ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ കോഡ് റീയൂസബിലിറ്റിയാണ്. അതായത് ഞാൻ ഇന്നൊരു വേർഷൻ ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി, നാളെ എനിക്ക് കുറേ കൂടി ഒരു അപ്ഡേറ്റഡ് വേർഷൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം തൊട്ട് ഫ്രം സ്ക്രാച്ച് ഞാൻ കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പ്രീവിയസ് വേർഷനിൽ നിന്ന് കോഡ് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് പുതിയ വേർഷനിലേക്ക് എടുക്കാം. ആൻഡ് അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഇൻഹെറിറ്റ് ചെയ്ത ഡേറ്റയെ മാത്രമായിരിക്കില്ല യൂസ് ചെയ്യുന്നത്, കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും കൂടി ആ പുതിയ വേർഷനിൽ ആഡ് ചെയ്യും. അതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്ന ഡേറ്റയ്ക്ക് അഡീഷണലായിട്ട് ഡേറ്റ മാത്രമല്ല അതിനപ്പുറത്തേക്ക് കൂടുതൽ ഫീച്ചേഴ്സ് സ്വന്തമായിട്ട് ആഡ് ചെയ്യാനും സാധിക്കും. സോ ഇൻഹെറിറ്റൻസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് OOP ക്യാരക്ടറിസ്റ്റിക്സ് ബിക്കോസ് അതിന് ഒരുപാട് പേർക്സ് ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു ചൈൽഡ് ആ ചൈൽഡിൻ്റെ പാരൻറ്റിൽ നിന്ന് കുറച്ച് സ്വത്തുക്കൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഇൻഹെറിറ്റൻസിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് എ ലോട്ട് ഓഫ് ക്ലാസ്സസ്. അപ്പോൾ ഒരു ക്ലാസ്സിന് വേറൊരു ക്ലാസ്സിനെ വേണമെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യാൻ കഴിയും. എന്ന് വെച്ചാൽ ഞാൻ പ്രോഗ്രാം എഴുതി തുടങ്ങിയപ്പോൾ ഒരു ക്ലാസ് ഉണ്ടാക്കി, ആൻഡ് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആ പ്രോഗ്രാമിലേക്ക് നേരത്തെ എഴുതിയ ക്ലാസ്സിനേക്കാൾ കുറേ കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ക്ലാസ് എഴുതണം തോന്നി. സിമിലർ ലൈക്ക് സോഫ്റ്റ്വെയർ വേർഷൻസ് പോലെ. ആ പുതിയ ക്ലാസ് എഴുതാനായിട്ട് ഞാൻ എൻ്റയർ ക്ലാസ് വീണ്ടും റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നേരത്തെ ക്ലാസ്സായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ളതുകൊണ്ട് ആദ്യത്തെ ക്ലാസ്സിനെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാം. എന്നിട്ട് ആവശ്യമുള്ള അഡീഷൻസ് മാത്രം ഈ പുതിയ ക്ലാസ്സിൽ കൊണ്ടുവന്നാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഇതുവഴിയാണ് ആ കോഡ് റീയൂസബിലിറ്റിയും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റിനെ കുറിച്ചാണ് ഞാൻ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ ഒരു സിനാരിയോ ആണ്. എൻ്റെ ചോദ്യം ഇതാണ്: ദ ഗിവൺ കേസ് ഒരു പാരൻറ്റ് ക്ലാസ് ഉണ്ട്. ആ പാരൻറ്റ് ക്ലാസ്സിൽ നിന്ന് ഒരു ചൈൽഡ് ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് രണ്ട് ക്ലാസ്സാണുള്ളത്, ഒരു പാരൻറ്റ് ക്ലാസ്, ഒരു ചൈൽഡ് ക്ലാസ്. പാരൻറ്റിൽ നിന്ന് ചൈൽഡ് ഇൻഹെറിറ്റ് ചെയ്യുന്നതായിട്ട് കോഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പ്രോഗ്രാമിങ്ങിൽ ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ബിക്കോസ് ആ ഏരിയ എന്നൊരു ട്രിക്കി ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇൻസ്റ്റൻസിൽ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ് ആ ക്ലാസ്സിനകത്തുള്ള ഒരു സ്പെഷ്യൽ ഫങ്ഷനായ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ ഫങ്ഷൻ ഇമ്മീഡിയറ്റ്ലി റൺ ആവുന്നു. സോ നമ്മൾ ഏത് ക്ലാസ്സിൻ്റെ ഏത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ആ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ എക്സിക്യൂട്ടായി കഴിഞ്ഞാൽ മാത്രമേ ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുള്ളൂ. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, ഇനി നമുക്ക് റിയൽ ലൈഫിലെ ഇൻഹെറിറ്റൻസ് ഒന്ന് നോക്കാം. ഒരു ചൈൽഡിന് ഒരു പാരൻറ്റിൽ നിന്ന് കുറച്ച് സ്വത്ത് ഇൻഹെറിറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഓബ്വിയസ്ലി ആദ്യം അവിടെ ഒരു പാരൻ്റ് എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരിക്കണം, അല്ലേ? നോൺ എക്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാളുടെ അടുത്തുനിന്ന് കുറേ സ്വത്ത് നമുക്ക് കിട്ടാൻ പോകുന്നില്ലല്ലോ, ഒരിക്കലും ഇല്ല. സോ ചൈൽഡിന് ഇൻഹെറിറ്റ് ചെയ്ത് എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ അറ്റ് ഫസ്റ്റ് പ്ലേസ് ഒരു പാരൻ്റ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ചൈൽഡിനേക്കാളും മുൻപേ ആയിരിക്കണം പാരൻ്റ് ജനിച്ചിട്ടുണ്ടാവുക. ഒരിക്കലും നമുക്ക് ചൈൽഡ് ആദ്യം ജനിച്ചു അതിനുശേഷം ഒരു പാരൻ്റ് വന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ദാറ്റ് ഡസൻറ്റ് ഹാപ്പൻ ഇൻ ദ റിയൽ വേൾഡ്. ചിലപ്പോൾ നമ്മുടെ സയൻസ് ഫിക്ഷൻ ഫിലിംസ്, നോളൻ ഫിലിംസിലൊക്കെ നടക്കുമായിരിക്കും. ബട്ട് ഇൻ റിയൽ വേൾഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. പാരൻ്റ് തന്നെ ആയിരിക്കണം ആദ്യം ജനിച്ചിട്ടുണ്ടാവുക, അതിനുശേഷം ചൈൽഡ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം എന്ന് പറയുന്ന റിയൽ വേൾഡിൻ്റെ ഒരു റെപ്ലിക്കയാണ്. അതുകൊണ്ട് തന്നെ ഈ റിയൽ വേൾഡിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള അതേ റൂള് തന്നെ ആയിരിക്കണം പ്രോഗ്രാമിങ്ങിലെ ഇൻഹെറിറ്റൻസിനുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ നേരത്തെ പറഞ്ഞ സിനാരിയോയുടെ ഉത്തരം നമുക്ക് അനലൈസ് ചെയ്യാം. അതായത് ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ എന്തൊക്കെ നടക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്.
നമ്മളിപ്പോൾ പറഞ്ഞ റിയൽ വേൾഡിലെ റൂൾ അനുസരിച്ച് ഒരു ചൈൽഡ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ ചൈൽഡിന് മുമ്പേ ഒരു പാരൻറ്റ് ജനിച്ചിട്ടുണ്ടാകണം. സോ ഓബ്വിയസ്ലി ചൈൽഡിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് പാരൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകണം. അത് പക്ഷേ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ചൈൽഡിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമുള്ള കോഡേ എഴുതിയിട്ടുള്ളൂ. എന്നിരുന്നാലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാരൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആകുന്നുണ്ട്. അതെങ്ങനെയെന്ന് നോക്കാം. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞൊരു സെൻറ്റൻസ് ആയിരുന്നു, ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവണമെങ്കിൽ ആ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ആകണം. സോ ഓബ്വിയസ്ലി ഇപ്പോൾ പറഞ്ഞു ചൈൽഡിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അത് ക്രിയേറ്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് പാരൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവണം. അത് ക്രിയേറ്റ് ആകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഏറ്റവും ആദ്യം സംഭവിക്കാൻ പോകുന്നത് പാരൻറ്റിൻ്റെ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ആവുക എന്നുള്ളതാണ്. പാരൻറ്റിൻ്റെ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ആയാൽ ഇമ്മീഡിയറ്റ്ലി പാരൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവും. അതിന് ശേഷമാണ് ചൈൽഡിൻ്റെ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ആകുന്നത്. അതിന് ശേഷം അതിൻ്റെ എൻഡിലാണ് ചൈൽഡിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്നത്. അതാണ് ഞാൻ അവിടെ ഒരു പോയിന്റ് പറഞ്ഞേക്കുന്നത്. ഡ്യൂറിങ് ഇൻസ്റ്റാൻഷിയേഷൻ ഓഫ് എ ചൈൽഡ് ക്ലാസ്, ദാറ്റ് ഈസ് ക്രിയേഷൻ ഓഫ് ഒബ്ജക്റ്റ് ഓഫ് എ ചൈൽഡ് ക്ലാസ്, ദ കൺസ്ട്രക്ടർ ഓഫ് ഇറ്റ്സ് പാരൻറ്റ് ഗെറ്റ്സ് എക്സിക്യൂട്ടഡ് ഫസ്റ്റ്. എന്നാൽ മാത്രമേ പാരൻറ്റിന് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡേറ്റ ഉണ്ടാവുകയുള്ളൂ. ബിക്കോസ് പാരൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പാരൻറ്റിൻ്റെ മെമ്മറി അലൊക്കേഷൻസ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അതിനകത്ത് ഡേറ്റയും ഇല്ല. ഇല്ലാത്ത ഡേറ്റ എങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്നത്? സോ കീപ് ദിസ് ഇൻ മൈൻഡ്. നമ്മളൊരു ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഓൾറെഡി ഒരു പാരൻറ്റിൻ്റെ ഒബ്ജക്റ്റ് എക്സിസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം പാരൻറ്റിൻ്റെ കൺസ്ട്രക്ടർ ആയിരിക്കും കോൾ ചെയ്യുന്നത്. പാരൻറ്റിൻ്റെ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ആയി കഴിയുമ്പോൾ പാരൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. അതിനുശേഷം ചൈൽഡിൻ്റെ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ആവുകയും ചൈൽഡിൻ്റെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഓബ്വിയസ്ലി അടുത്തൊരു ഡൗട്ട് വരും, ഞാൻ ഒരു ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്, പക്ഷേ ഇപ്പോൾ പറയുന്നു ആ സമയത്ത് 2 ഒബ്ജക്ട്സ് ക്രിയേറ്റ് ആയിരുന്നു, പാരൻറ്റിൻ്റെയും ചൈൽഡിൻ്റെയും. എന്നാൽ ഈ പാരൻറ്റിൻ്റെ ഒബ്ജക്റ്റ് എവിടെയാണ്? കാണാനില്ലല്ലോ എന്നുള്ളൊരു ഡൗട്ട് തോന്നാം. സത്യം പറഞ്ഞാൽ ആ പാരൻറ്റിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ആൻ ഇൻവിസിബിൾ ഒബ്ജക്റ്റ്. നമുക്ക് നേരിട്ട് കാണാനോ നേരിട്ട് ആക്സസ് ചെയ്യാനോ നിവൃത്തിയില്ല. ബട്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം ഇറ്റ് ഈസ് ലൈക്ക് എ സോൾ, ഒരു ആത്മാവ് പോലെയാണ്. അത് ക്രിയേറ്റ് ആയി കഴിയുമ്പോൾ ദാറ്റ് സോൾ എൻറ്റേഴ്സ് ദ ചൈൽഡ്സ് ബോഡി ഓർ ദ ചൈൽഡ്സ് ഒബ്ജക്റ്റ് വയ ഇൻഹെറിറ്റൻസ്. അപ്പോൾ ആ പാരൻറ്റ് ക്ലാസ്സിൻ്റെ ആ ഒബ്ജക്റ്റിൻ്റെ ഡേറ്റയും ഫങ്ഷൻസും എല്ലാം ഇൻഹെറിറ്റൻസ് വഴി ചൈൽഡ് ഒബ്ജക്റ്റിനകത്തേക്ക് എൻട്രി ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഒബ്ജക്റ്റ് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ചൈൽഡിൻ്റെ ഒബ്ജക്റ്റ് വഴി അതിനകത്തുകൂടി നമുക്ക് ആക്സസ് ചെയ്യാൻ സ്റ്റിൽ പറ്റുന്നുണ്ട്. അപ്പോൾ ചൈൽഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും 2 ഒബ്ജക്ട്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഒരു പാരൻ്റ് ഒബ്ജക്റ്റിൻ്റെയും ചൈൽഡ് ഒബ്ജക്റ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഇവിടെ എന്തായാലും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതാണ്, ദ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ഓഫ് കൺസ്ട്രക്ടേഴ്സ്. ഇതൊരു നല്ലൊരു ട്രിക്കി ഏരിയ ആണ്. കുറേ ഒബ്ജക്ട്സ് തന്നിട്ട് അല്ലെങ്കിൽ കുറേ ഒബ്ജക്റ്റ് ഇൻസ്റ്റാൻഷിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് ഇതിൽ ഏതൊക്കെ കൺസ്ട്രക്ടേഴ്സാണ് ഏതൊക്കെ ഓർഡറിലാണ് എക്സിക്യൂട്ട് ആവുന്നതെന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ ക്ലാസ്സിൻ്റെ പാരൻറ്റ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറായിരിക്കും ആദ്യം എക്സിക്യൂട്ട് ആവുന്നത്. അതിനുശേഷം മാത്രമേ ചൈൽഡ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ആവുള്ളൂ. പിന്നെ ഇൻഹെറിറ്റൻസ് തന്നെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. അതെല്ലാം തന്നെ ഈ വീഡിയോയുടെ പാർട്ട് 4-ൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ എത്തുമ്പോൾ കൂടുതലായിട്ട് നോക്കാം. പോളിമോർഫിസം നോക്കുന്നതിന് മുമ്പ് ഇൻഹെറിറ്റൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കായി നോക്കാം, ദറ്റ് ഈസ് അബ്സ്ട്രാക്ട് ക്ലാസ്. ഇത് ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം, കാരണം ഇതിനകത്ത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി അബ്സ്ട്രാക്ഷൻ പഠിച്ചു. പക്ഷേ അബ്സ്ട്രാക്ഷനും അബ്സ്ട്രാക്ട് ക്ലാസ്സും സെയിം കോൺസെപ്റ്റ് അല്ല, രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. പേര് മാത്രമേ സിമിലർ ആയിട്ട് ഉള്ളൂ. അപ്പോൾ അതെന്തായാലും മനസ്സിൽ ഓർത്ത് വെച്ചേക്കാം. അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ഒരു ടെംപ്ലേറ്റ് പോലെയാണ്. എന്ന് വെച്ചാൽ അതൊരു ഇൻകംപ്ലീറ്റ് ക്ലാസ് ആണ്. ഇൻകംപ്ലീറ്റ് ക്ലാസ് അതിനകത്തുള്ള ഫങ്ഷൻസ് ഒന്നും കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ഒന്നായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ അബ്സ്ട്രാക്ട് ക്ലാസ്സസിന് ഡയറക്റ്റായിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റില്ല. ബിക്കോസ് ഇൻകംപ്ലീറ്റ് ഫങ്ഷൻസ് ഉള്ള
ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാനായിട്ട് അബ്സ്ട്രാക്ട് ക്ലാസ്സിന് ഡയറക്റ്റായിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ലാംഗ്വേജസും സമ്മതിക്കില്ല. പക്ഷേ കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഹെറിറ്റൻസിൻ്റെ സമയത്ത് ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാരൻറ്റിൻ്റെ കൺസ്ട്രക്ടർ റൺ ആവുകയും പാരൻറ്റിൻ്റെ ഒരു ഇൻവിസിബിൾ കൈൻഡ് ഓഫ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആകുമെന്ന് പറഞ്ഞിരുന്നു. ആ സെയിം കോൺസെപ്റ്റ് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. അബ്സ്ട്രാക്ട് ക്ലാസ്സസ് നമ്മൾ മെയിൻലി ഇൻഹെറിറ്റൻസിന് വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്ത ഒരു ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓബിയസ്ലി അബ്സ്ട്രാക്ട് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ റൺ ആവും, അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുകയും ചെയ്യും. ബട്ട് ഇറ്റ് ഈസ് ആൻ ഇൻവിസിബിൾ ഒബ്ജക്റ്റ്. ആകെ ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അബ്സ്ട്രാക്ട് ക്ലാസ്സസിന് ഡയറക്റ്റായിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ത്രൂ ഇൻഹെറിറ്റൻസ് ചൈൽഡിൻ്റെ ഒബ്ജക്റ്റ് വഴി ഒരു ഇൻവിസിബിൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വേറാസ് നോർമൽ ക്ലാസ്സസിൻ്റെ നോർമൽ പാരൻറ്റ് ക്ലാസ്സസിന് ഡയറക്റ്റായിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ചൈൽഡ് ക്ലാസ് വഴിയും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് സാധാ ക്ലാസ്സും അബ്സ്ട്രാക്ട് ക്ലാസ് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞു, അബ്സ്ട്രാക്ട് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഫങ്ഷൻസ് എല്ലാം പ്രോപ്പർലി ഡിഫൈൻഡ് ആയിരിക്കില്ല. അതായത് ഫങ്ഷൻസിൻ്റെ റിട്ടേൺ ടൈപ്പും ഫങ്ഷൻ നെയിമും ആർഗ്യുമെൻറ്റ് ലിസ്റ്റും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഫങ്ഷൻസിൻ്റെ ബോഡി ഡിഫൈൻ ചെയ്തിട്ടില്ല. അതായത് ബോഡി ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഫങ്ഷൻ. അത്തരം ഫങ്ഷൻസ് ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫങ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് അബ്സ്ട്രാക്ട് ഫങ്ഷൻസ്. എന്ന് വെച്ചാൽ ഇവർ ഡിഫൈൻഡ് അല്ലാത്ത ഫങ്ഷൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളൊരു ക്ലാസ് ഡിഫൈൻ ചെയ്ത് അതിനകത്ത് ഒരു അബ്സ്ട്രാക്ട് ഫങ്ഷനെങ്കിലും ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ക്ലാസ് ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് മാറും. ബിക്കോസ് അതിനകത്ത് ഡിഫൈൻഡ് അല്ലാത്തൊരു ഫങ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേഷൻ ലാംഗ്വേജ് പ്രൊഹിബിറ്റ് ചെയ്യും, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ക്രിയേഷൻ പ്രൊഹിബിറ്റ് ചെയ്യും. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻകംപ്ലീറ്റ് ക്ലാസ് ആണ്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് അബ്സ്ട്രാക്ട് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ഫങ്ഷൻസ് ഉണ്ടാവും. അവ കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ആയിരിക്കില്ല, അതായത് ബോഡി ബ്ലാങ്ക് ആയിട്ടുള്ള ഫങ്ഷൻസ് ആയിരിക്കും. സോ ഇത്രയും പോയിൻറ്റ്സ് കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് തോന്നും, ഇത്രയും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ലിമിറ്റേഷൻസ് ഉള്ള ഒരു ക്ലാസ്സിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു ഡൗട്ട് തോന്നും. അപ്പോൾ നമ്മൾ അടുത്തറിയേണ്ടത് എന്താണ് ഇതിൻ്റെ പർപ്പസ്. ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായിട്ട് പോലും ഇങ്ങനൊരു കോൺസെപ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെന്തോ ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ട്. ആ റീസൺ എന്താണെന്ന് നോക്കാം. അബ്സ്ട്രാക്ട് ക്ലാസ്സസ് മറ്റ് ക്ലാസ്സുകൾക്കുള്ള ഒരു റെഫറൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഈ അബ്സ്ട്രാക്ട് ക്ലാസ്സിൻ്റെ ചൈൽഡായിട്ട് വരുന്ന ആൾക്കാർ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം എന്നുള്ളൊരു റൂൾ സെറ്റ് അല്ലെങ്കിൽ ഒരു റെഫറൻസ് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് അബ്സ്ട്രാക്ട് ക്ലാസ്. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മളെല്ലാം ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ സൊസൈറ്റി എന്താ ചെയ്യുന്നത്, ആ സൊസൈറ്റിയിലെ ഓരോ ഇൻഡിവിജ്വലിൻ്റെ ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് കുറേ നോംസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ റൂൾസ്. നമ്മളെല്ലാം അത് ഫോളോ ചെയ്ത് ജീവിക്കേണ്ടവരാണ് എന്നാണ് സൊസൈറ്റി പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സാമ്പിൾ സൊസൈറ്റി നോക്കാം. അവിടെ ഒരു ഇൻഡിവിജ്വൽ ജനിച്ചു കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വലിൻ്റെ ലൈഫ് എങ്ങനെയൊക്കെ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ബൈ ഏജ് 4 he should join a school. Then by age 15 he should complete high school education. By age 17 he should complete higher secondary education. Then after that join a college, get a degree, get a job, marry, have children, raise children, then retire from job and live the retired life and then die. ഇതാണ് ഒരു കോമൺ പാറ്റേൺ ഒരു സൊസൈറ്റിയുടെ, അല്ലേ? അപ്പോൾ ഈവൻ ദോ ദ സൊസൈറ്റി ഈസ് ഡിഫൈനിങ് ഓൾ ദീസ് ഫങ്ഷൻസ് ആൻ ഇൻഡിവിജ്വൽ ഷുഡ് ഫോളോ, അത് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് സൊസൈറ്റി ഡിഫൈൻ ചെയ്യുന്നില്ല. അതായത് ജോയിൻ സ്കൂൾ എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഏത് സ്കൂളിൽ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നില്ല. എവിടെ വേണമെങ്കിലും നമുക്ക് ചേർന്ന് പഠിക്കാം അക്കോർഡിംഗ് ടു ദി വിഷ് ഓഫ് ദി ഈച്ച് ഇൻഡിവിജ്വൽസ്. അതുപോലെ ഗെറ്റ് എ ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. ഓരോരുത്തരും വേറെ വേറെ ഡിഗ്രീസാണ് എടുക്കുന്നത്. ഏത് ഡിഗ്രി എടുക്കണമെന്ന് സൊസൈറ്റി നിഷ്കർഷിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് വെച്ചാൽ സൊസൈറ്റി ഈസ് ജസ്റ്റ് സെറ്റിംഗ് സർട്ടൻ ഫങ്ഷൻസ്. ആ ഫങ്ഷൻസ് പക്ഷേ ആ സൊസൈറ്റിയുടെ സബ് ക്ലാസ്സുകൾക്ക് ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ എക്സാമ്പിൾ സൊസൈറ്റിയാണ് അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കാരണം ആ സൊസൈറ്റി കുറേ
റൂൾസ് മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ, ഒരു ടെംപ്ലേറ്റ് മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ, പക്ഷെ അത് പ്രോപ്പർലി ഡിഫൈൻ ചെയ്യുന്നില്ല. മാത്രമല്ല ഈ സൊസൈറ്റിക്ക് നമുക്കൊരു ഒബ്ജക്റ്റ് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ ഇൻകംപ്ലീറ്റ് കോൺസെപ്റ്റ്. അതിന് നമുക്ക് ഡയറക്റ്റായിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇറ്റ് ഓൺലി ആക്ട്സ് ആസ് എ ടെംപ്ലേറ്റ് ഫോർ ഇറ്റ്സ് സബ് ക്ലാസ്സസ് എങ്ങനെ മോഡൽ ചെയ്യപ്പെടണം എന്നുള്ളതിൻ്റെ ഒരു റൂൾ സെറ്റ് മാത്രമാണ് സൊസൈറ്റി കാണിക്കുന്നത്. അപ്പോൾ ആ സൊസൈറ്റി ജനിക്കുന്ന ഒരാൾക്ക് അയാളുടെ ലൈഫ് എങ്ങനെ വേണമെന്ന് അറിയില്ല. സോ ഹീ റെഫറൻസസ് ദ നോം സെറ്റ് ബൈ ദ സൊസൈറ്റി, എന്നിട്ട് അതനുസരിച്ച് അയാൾ ജീവിക്കുന്നു. സോ ഇവിടെയാണ് ഈ അബ്സ്ട്രാക്ട് ക്ലാസ്സസിൻ്റെ യൂസ് വരുന്നത്. അതായത് ഇൻഡിവിജ്വൽ ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ്സസിന് എങ്ങനെ അവരെ സ്വയം മോഡൽ ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് റെഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു അബ്സ്ട്രാക്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നത്. പ്രോഗ്രാമിങ്ങിൽ വരികയാണെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഷെയ്പ്പ് എന്ന് പറഞ്ഞൊരു അബ്സ്ട്രാക്ട് ക്ലാസ് എനിക്ക് ഡിഫൈൻ ചെയ്യാം. ബിക്കോസ് എന്നിട്ട് അതിനകത്ത് 2 അബ്സ്ട്രാക്ട് ഫങ്ഷൻസും ഡിഫൈൻ ചെയ്യാം, അതായത് ഫൈൻഡ് ഏരിയ ആൻഡ് ഫൈൻഡ് പെരിമീറ്റർ. എനിക്ക് ഷേപ്പ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് തന്നെ ഈ 2 ഫംഗ്ഷൻസിൻ്റെ ബോഡി എഴുതാൻ ഒരിക്കലും പറ്റില്ല, ബിക്കോസ് ദർ ആർ ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് അവർക്ക് ഓരോരുത്തർക്കും ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും എനിക്ക് ഷേപ്പ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് ഈ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഫംഗ്ഷൻസിനെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. ഇനി ഓരോ ഇൻഡിവിജ്വൽ ഷേപ്സിന് സച്ച് ആസ് സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, ഇവരുടെ ക്ലാസ് എഴുതുന്ന സമയത്ത് ദേ ക്യാൻ റെഫറൻസ് ദെയർ പാരൻറ്റ് ക്ലാസ് വിച്ച് ഈസ് ദ ഷേപ്പ്. അപ്പോൾ അത് റെഫറൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഐ ഷുഡ് പൊസസ് ആൻ ഏരിയ ഫംഗ്ഷൻ, ഫൈൻഡ് ഏരിയ ഫംഗ്ഷൻ ആൻഡ് എ ഫൈൻഡ് പെരിമീറ്റർ ഫംഗ്ഷൻ. എന്നാലും ഞാനൊരു ഷേപ്പായിട്ട് ക്വാളിഫൈ ആകുമെന്ന് സർക്കിളിന് മനസ്സിലാവും അല്ലെങ്കിൽ സ്ക്വയറിന് മനസ്സിലാവും. ആൻഡ് ദേ റീഡിഫൈൻ ദീസ് ഫംഗ്ഷൻസ് അക്കോർഡിംഗ് ടു ദെയർ ഫോർമുല. ഈ സെയിം ഫംഗ്ഷൻ ഇവരെല്ലാവരും, അതായത് സർക്കിളും സ്ക്വയറും ട്രയാങ്കിളും എല്ലാവരും ഷേപ്പിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വന്നവരാണ്. പക്ഷേ അവരുടെ എല്ലാവരുടെ കയ്യിലും ഫൈൻഡ് ഏരിയ, ഫൈൻഡ് പെരിമീറ്റർ ഫംഗ്ഷൻസും ഉണ്ട്. പക്ഷേ അവരെല്ലാം ഡിഫറെൻറ്റ് രീതിയിലാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഡിഫറെൻറ്റ് ഫോർമുല യൂസ് ചെയ്ത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ കുറിച്ച് അറിയേണ്ടത്, ഒരു ചൈൽഡ് ഒരു അബ്സ്ട്രാക്ട് പാരൻറ്റിനെ ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചൈൽഡ് കമ്പൽസറി ആയിട്ടും അതിൻ്റെ ഉള്ളിലുള്ള അതായത് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയ അബ്സ്ട്രാക്ട് ഫംഗ്ഷൻസിനെ റീഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ആ ചൈൽഡിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ എലിജിബിൾ ആവുകയുള്ളൂ. അഥവാ എല്ലാ അബ്സ്ട്രാക്ട് ഫംഗ്ഷൻസിനെയും റീഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചൈൽഡും ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് മാറും. പിന്നീട് അയാൾക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ള പ്രൊവിഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഷേപ്പ് ആണെങ്കിൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഷേപ്പിനെ ഇൻഹെറിറ്റ് ചെയ്തു. എന്നിട്ട് ഫൈൻഡ് പെരിമീറ്റർ ഫംഗ്ഷൻ റീഡിഫൈൻ ചെയ്തു. ബിക്കോസ് പെരിമീറ്റർ ഈസ് a + b + c, 3 സൈഡ് ആഡ് ചെയ്താൽ മതി. പക്ഷേ ഫൈൻഡ് ഏരിയ എന്നുള്ള ഫംഗ്ഷൻ ട്രയാങ്കിൾ റീഡിഫൈൻ ചെയ്യാൻ തയ്യാറായില്ല. കാരണം ട്രയാങ്കിളിന് വേറെയും കുറേ സബ് കാറ്റഗറീസ് ഉണ്ട്, റൈറ്റ് ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആൻഡ് അതർ ട്രയാങ്കിൾസ്. അപ്പോൾ ട്രയാങ്കിളിന് വേണ്ടിയിരുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ½ അത് ഉപയോഗിച്ച് ചെയ്യണം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ മറ്റൊരു ഫോർമുല √3a²/4 അങ്ങനെ ഒരു ഫോർമുല യൂസ് ചെയ്യണം. മറ്റ് ട്രയാങ്കിൾസിലാണെങ്കിൽ ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്യണം എന്നാണ് തീരുമാനിച്ചേക്കുന്നത്. സോ ഇൻ ദാറ്റ് കേസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ് ഫൈൻഡ് ഏരിയ എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യില്ല. അത് അതിൻ്റെ സബ് ക്ലാസ്സസിന് സ്വന്തമായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കും. സോ അബ്സ്ട്രാക്ട് ഫംഗ്ഷനായിട്ട് തന്നെ ആ ഒരു ഫംഗ്ഷനെ കീപ്പ് ചെയ്യും. ഇൻ ദാറ്റ് കേസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ശേഷം റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നൊരു സബ് ക്ലാസ് ട്രയാങ്കിൾ ഇൻഹെറിറ്റ് ചെയ്യുന്നു, ഏരിയ ഫംഗ്ഷനെ റീഡിഫൈൻ ചെയ്യുന്നു. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നൊരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നു, ഏരിയ ഫംഗ്ഷനെ റീഡിഫൈൻ ചെയ്യുന്നു. ആൻഡ് അതർ ട്രയാങ്കിൾസ് എന്ന ക്ലാസ്സും ഇതുപോലെ ചെയ്യുന്നു. അവർക്ക് ഇൻഡിവിജ്വൽ ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് ഒരു പ്രധാന പോയിൻ്റാണ്. ഒരു ചൈൽഡ് അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്താൽ ആ ചൈൽഡ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ കിട്ടണമെങ്കിൽ എല്ലാ അബ്സ്ട്രാക്ട് ഫംഗ്ഷൻസിനെയും റീഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. ഒരാളെങ്കിലും റീഡിഫൈൻ ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ചൈൽഡ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇൻഹെറിറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. സോ ഐ ഹോപ്പ് ദിസ് ടോപ്പിക് ഈസ് ക്ലിയർ ഫോർ യു. അടുത്തത് നമുക്ക് പോളിമോർഫിസം നോക്കാം. പോളിമോർഫിസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മെനി ഫോംസ്, ദ വൺ വിത്ത് ഹാവിങ് മെനി ഫോംസ് എന്നാണ്. പോളി മീൻസ് മെനി ആൻഡ് മോർഫിസം മീൻസ് ഫോംസ്. സോ ഒരു സെയിം എൻറ്റിറ്റിയെ ഡിഫറെൻ്റ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫറെൻ്റ് രീതിയിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ വിളിക്കുന്ന പേരാണ് പോളിമോർഫിസം. ലെറ്റ്സ് ടേക്ക് ദ കേസ് ഓഫ് എ കിച്ചൺ നൈഫ്. നമുക്കൊരു കിച്ചൺ നൈഫ് ഉപയോഗിച്ച് പല പല കാര്യങ്ങൾ ചെയ്യാം. ഒരു സെയിം കിച്ചൺ നൈഫ് ഉപയോഗിച്ച് പല പല കാര്യങ്ങൾ ചെയ്യാം. ലൈക്ക് നമുക്ക് ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യാം,
അതിൻ്റെ സ്കിന്ന് പീൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ക്രഷ് ചെയ്യാൻ, അതായത് ഇപ്പോൾ ഗാർലിക്കൊക്കെ വെച്ചിട്ട് ക്രഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അതിൻ്റെ ഫ്ലാറ്റ് ഫേസ് വെച്ചിട്ട്. ദെൻ പോക്ക് ചെയ്യാൻ, അതായത് കുത്താനായിട്ട് യൂസ് ചെയ്യാം ആ കത്തി. അങ്ങനെ ഒരുപാട് പർപ്പസ് ഉണ്ട് ഒരു സെയിം കിച്ചൺ നൈഫിന് തന്നെ. ഇനി നമ്മുടെ ബൈക്ക് കീയുടെ എക്സാമ്പിളിലേക്ക് പോകാം. ഒരു ബൈക്ക് കീ ഉണ്ട്, ആ കീ ഉപയോഗിച്ച്, ആ സെയിം കീ ഉപയോഗിച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫ്യൂവൽ ടാങ്ക് തുറക്കാൻ പറ്റും, സ്റ്റോറേജ് സ്പേസ് തുറക്കാൻ പറ്റും, എൻജിൻ ബോക്സ് തുറക്കാൻ പറ്റും, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടെങ്കിൽ അത് തുറക്കാൻ പറ്റും. സോ ദിസ് കോൺസെപ്റ്റ് ഈസ് പോളിമോർഫിസം, യൂസിങ് എ സെയിം എൻറ്റിറ്റി ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. ഓക്കെ, ഇനി അത് പ്രോഗ്രാമിങ്ങിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ചോദിച്ചാൽ പ്രധാനമായും 3 രീതിയിലാണ്: ഫങ്ഷൻ ഓവർലോഡിങ്, ഫങ്ഷൻ ഓവർ റൈഡിങ് ആൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഇതിൽ ഫങ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്നത് ഒരു സെയിം ഫങ്ഷൻ നെയിം യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നതാണ് ഫങ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്നത്. അതായത് എല്ലാ ഫങ്ഷൻ ഡെഫിനിഷൻസിനും ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. ആ പാർട്ട് എന്ന് പറയുന്നത് ഫങ്ഷൻ്റെ പേരും അതിൻ്റെ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ചേരുന്നതാണ് ഫങ്ഷൻ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി യുണീക്ക് ഫോർ എവറി ഫങ്ഷൻസ്. അപ്പോൾ സെയിം പേര് യൂസ് ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി പേര് സെയിമായി, ഇനി അത് ഡിഫറെൻ്റ് ആക്കണമെങ്കിൽ, ആ സിഗ്നേച്ചറിന് ഡിഫറെൻ്റ് ആക്കണമെങ്കിൽ ആകെ ഉള്ള ഒരു വഴി എന്ന് പറയുന്നത് അതിൻ്റെ ആർഗ്യുമെൻറ്റ് ലിസ്റ്റിനെ ഡിഫറെൻ്റ് ആക്കാം. ആ രീതിയിൽ നമ്മൾ ഡിഫറെൻറ്റ് സിഗ്നേച്ചർ യൂസ് ചെയ്ത് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷൻ ഓവർലോഡിങ്. അപ്പോൾ എക്സിക്യൂഷൻ്റെ സമയത്ത് നമ്മൾ ഇതിനകത്തുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം ആദ്യം. ലെറ്റ്സ് ടേക്ക് ദ കേസ് ഓഫ് ഏരിയ. ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യാണ്. ആദ്യത്തെ ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷന് 2 ഇൻറ്റിജർ വാല്യൂസാണ് ഞാൻ ആർഗ്യുമെൻ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പറാണ് ആർഗ്യുമെൻ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ഡ്യൂറിങ് റൺ ടൈം ഞാൻ ഏരിയ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തു. അപ്പോൾ ഓബ്വിയസ്ലി ഒരു ആംബിഗ്യൂറ്റി വരും കമ്പൈലറിന്. ഇതിനകത്ത് ഈ മുകളിൽ പറഞ്ഞേക്കുന്ന ഏത് ഏരിയ ഫംഗ്ഷനാണ് കോൾ ചെയ്യേണ്ടതെന്നൊരു ഡൗട്ട് വരും. ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഫംഗ്ഷൻ കോളിൽ നമ്മൾ പാസ് ചെയ്ത ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പും എണ്ണവും നോക്കിയിട്ടാണ്. ഞാൻ ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ ആണ് സബ്മിറ്റ് ചെയ്തതെങ്കിൽ രണ്ടാമത്തെ ഏരിയ ഫംഗ്ഷൻസ് കോൾ ചെയ്യും. 2 ഇൻറ്റിജർ വാല്യൂസാണ് സബ്മിറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഒന്നാമത്തെ ഏരിയ ഫംഗ്ഷൻ കോൾ ചെയ്തേനെ. അപ്പോൾ ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്. ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ഹാവിങ് സെയിം നെയിം ആൻഡ് ഡിഫറെൻറ്റ് സിഗ്നേച്ചർ. ഇനി ഫംഗ്ഷൻ ഓവർ റൈഡിങ് വരുന്നത് എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള ഫംഗ്ഷൻസ് തന്നെ, അത് ഇൻഹെറിറ്റൻസിൻ്റെ സമയത്ത് പാരൻറ്റിൽ ഒരു ഫംഗ്ഷൻ കാണും, ചൈൽഡിലും ആ എക്സാക്ട്ലി സെയിം ഫംഗ്ഷൻ കാണും, ബട്ട് ഡിഫറെൻറ്റ് ബോഡി ആയിട്ട്. ഇതിനാണ് ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ഓവർലോഡിങ് ആണ്. അതിനകത്ത് ഒരു സെയിം ഓപ്പറേറ്റർ സിമ്പലിനെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ചില ലാംഗ്വേജസിൽ ഇൻബിൽഡായിട്ട് തന്നെ ഓപ്പറേറ്റിംഗ് ഓവർലോഡിങ് ഉള്ള ചില ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മൈനസ് സിമ്പൽ, മൈനസ് സൈന് നമുക്ക് നോർമൽ സബ്ട്രാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, ഒരു ബൈനറി ഓപ്പറേറ്ററായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഒരു വാല്യൂവിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു യൂണറി ഓപ്പറേറ്ററായിട്ട് മൈനസിനെ നമുക്ക് യൂസ് ചെയ്യാം. പ്ലസ് സൈൻ എടുത്തു കഴിഞ്ഞാൽ പ്ലസ്സും ഇതേപോലെ നോർമൽ അഡീഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ബൈനറി ഓപ്പറേറ്ററായിട്ട്, അല്ലെങ്കിൽ സൈന് ഡിനോട്ട് ചെയ്യാനായിട്ട് ഒരു യൂണറി ഓപ്പറേറ്ററായിട്ട് യൂസ് ചെയ്യാം. ചില ലാംഗ്വേജസിൽ സ്ട്രിങ്സിനെ കൺകാറ്റിനേറ്റ് ചെയ്യാൻ, കൂട്ടിച്ചേർക്കാനായിട്ടും പ്ലസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സെയിം സിമ്പൽ തന്നെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്തു. ഇത് ഇൻബിൽഡ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് തന്നെ ഒരു ഓപ്പറേറ്ററിനെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസിനായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും യൂസിങ് ഒബ്ജക്ട്സ് ആൻഡ് ക്ലാസ്സസ്. അങ്ങനെ ഒരു പ്രൊവിഷനും ലാംഗ്വേജസിലുണ്ട്. അപ്പോൾ അത് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഇതിലെല്ലായിടത്തും നടന്നത് പോളിമോർഫിസം എന്ന് പറഞ്ഞ ഫീച്ചറാണ്. ഒരു സെയിം സാധനത്തിന് മൾട്ടിപ്പിൾ യൂസിന് ഡിഫൈൻ ചെയ്തു. ഓക്കെ, സോ ഇതോടെ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് OOP എന്ന് പറഞ്ഞൊരു സെക്ഷൻ കഴിഞ്ഞു. ഇതല്ലാതെ 2 ഫീച്ചേഴ്സ് കൂടെ ഉണ്ട്, മോഡുലാരിറ്റി ആൻഡ് ഡെലിഗേഷൻ. അത് നമ്മുടെ സിലബസ് അനുസരിച്ച് ഇമ്പോർട്ടൻ്റ് അല്ല. മോഡുലാരിറ്റി എന്ന് പറയുന്ന മൊത്തം പ്രോഗ്രാമിനെ കുറേ മോഡ്യൂൾസ് ആയിട്ടൊക്കെ തിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇനി ആവശ്യമുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ കവർ ചെയ്തു. ഇനി അടുത്ത പാർട്ടിൽ ഞാൻ ഇൻഹെറിറ്റൻസ് മാത്രം ഒന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഇൻഹെറിറ്റൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസും പിന്നെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ഉണ്ട്, ഡയമണ്ട് ഇൻഹെറിറ്റൻസ് പ്രോബ്ലം. അത് അടുത്ത സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.